പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനമെങ്കിലും ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വിസ്മയങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സോഷ്യൽ മീഡിയ എങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ആരുമില്ലാത്തവർക്ക് വേണ്ടി എങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് മലയാളികൾക്ക് കാണിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് കുന്നുംപറമ്പേൽ അദ്ദേഹത്തെ ഫേമസ് ബേക്കറിയിൽ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. മനോഹരമായത് ആരാധനം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഫേമസ് ഗ്രൂപ്പിന് വേണ്ടി ബീച്ചു ഹാജിയാണ് വരുന്നത്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഷാൾ അണിയിച്ചുകൊണ്ട് ആരാധന നടത്തുന്നു. രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മെന്റോസുകൾ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ശ്രീ ഫിറോസ് കുന്നുംപറമ്പിൽ ചടങ്ങിൽ സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, എന്ന് പറഞ്ഞ പോലെ എല്ലാവരും എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ആ വേദിയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. എല്ലാവരും വീട്ടിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഓർമ്മ. എന്താണെങ്കിലും ഞാൻ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ, ഞാനിവിടെ വന്ന് കയറിയപ്പോൾ എന്റെ അടുത്തേക്കൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ആ ഒരു കുട്ടി എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് സംസാരിച്ചത് എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന കുറെ കാര്യങ്ങളായിരുന്നു. അവൻ പറഞ്ഞത്, എന്റെ വീഡിയോ അതെല്ലാവരും കാണാറുണ്ട്, അവരുടെ വീട്ടിലെല്ലാവരും ആ വീഡിയോ കാണാറുണ്ട്, ഞാനും കാണാറുണ്ട്, എനിക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ വലുതാവുമ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ ജീവിക്കാനാണ്, നിങ്ങളെപ്പോലെ പ്രവർത്തിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിൽ തോന്നിയത്, ഈ വേദിയിലെ എന്റെ ആദ്യത്തെ ആദരവ്, ഏറ്റവും വലിയ അംഗീകാരം എനിക്ക് അതുതന്നെയായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൊബൈൽ കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിന് വേദനിക്കുന്ന, വിഷമിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിന് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾ വരെ അത് ഏറ്റെടുത്തു എന്ന് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. ആ വന്ന കുട്ടി ഒന്നില്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കളിക്കേണ്ട പ്രായമാണ്, അതല്ലെങ്കിൽ വല്ല സിനിമ എന്തെങ്കിലുമൊക്കെ കയറ്റി കൊടുത്താൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട പ്രായമാണ്. അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇതുപോലെ വേദനിക്കുന്ന, വിഷമിക്കുന്ന രോഗികളായ ആളുകളുടെ ആ വീഡിയോ കണ്ടുകൊണ്ട് ആ കാഴ്ച ആ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു എങ്കിൽ ആ വേദനിച്ച മനസ്സ് കുറച്ചു കാലം കഴിയുമ്പോൾ, ഞാൻ വളരുമ്പോ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു എങ്കിൽ ഇതിനേക്കാളും വലുതായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇന്ന് കേരളത്തില് എനിക്ക് തോന്നുന്നു ഏകദേശം ആളുകളൊക്കെ, എന്റെ മൊബൈലിനകത്ത് എനിക്ക് 5 ലക്ഷത്തിന് മുകളിലേക്ക് ഫോളോവേഴ്സ് ഉള്ളെങ്കിലും നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ മില്യൺ വ്യൂവേഴ്സാണ് അതെന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന കേസുകളിലേക്കൊക്കെ 2 or 3 ദിവസം കൂടുമ്പോൾ 20 or 30 ലക്ഷം രൂപ ആ രോഗികൾക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പൊ ഒരു കാലത്ത് മൊബൈലൊക്കെ സ്വന്തം ഫോട്ടോ ഇട്ട് അതിന്റെ കമന്റും അതിന് വരുന്ന ലൈക്കും അതിന് വരുന്ന ഷെയറും നോക്കിയിരുന്ന ആളുകളൊക്കെ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മേഖലയിലേക്ക് മൊബൈലിന്റെ സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ച് തുടങ്ങിയത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇന്ന് ഞങ്ങൾ വരുമ്പോൾ വണ്ടിയിലിരുന്ന് സംസാരിക്കുന്നത്, ഇപ്പൊ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അപ്പം ഇതുപോലത്തെ വീഡിയോ ആണ്.
അതുകൊണ്ട് ആളുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറിയിട്ടുണ്ട്. ഫിറോസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുതൽ നമുക്ക് 1 മിനിറ്റ് ചെയ്യാൻ കഴിയുന്ന വീഡിയോ കൂടി ചെയ്യണം, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അങ്ങോട്ട് കയറണം എന്ന് പറഞ്ഞേക്കാം. അതായത് അവിടെയും വിടൂല എന്നുള്ള രീതിക്ക്. കാരണം നേരത്തെയൊക്കെ ഈ ഫേസ്ബുക്ക് അതിനാണല്ലോ ഉപയോഗിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരുത്തർ ഞാൻ പറയണ്ട, ചെറുപ്പക്കാരൊക്കെ ആ മൊബൈലിലൂടെ അവരിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കും, അവർ ഇഷ്ടപ്പെടുന്ന അവർക്ക് മെസ്സേജ് അയക്കും, അവർ ഫ്രണ്ട്സാക്കാൻ നോക്കും. ആ രീതിയൊക്കെ പോയിട്ട് ഇന്ന് ഫേസ്ബുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അതല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്ന തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വലിയ ഒരു മാധ്യമമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഒത്തുചേരലുകളും ഒരു നന്മയുടെ ഒത്തുചേരലുകളാണ്. ഇന്ന് ഈ ഫേമസ് ബേക്കറിയുടെ അതിന്റെ പാർട്ട്നേഴ്സിന്റെയും സ്റ്റാഫുകളുടെയൊക്കെ ഒരു മീറ്റിംഗ്, ഈ ഒത്തുകൂടലും ഒരു മാതൃകാപരമായ ഒന്നാണ്. കയ്യിൽ പൈസ വരുമ്പോ അതല്ലെങ്കിൽ പേര് മിസ്റ്റേക്ക് ഉണ്ടാവുമ്പോ കുടുംബങ്ങളെയൊക്കെ വിട്ട് അതല്ലെങ്കിൽ രക്തബന്ധമാണെങ്കിലും ശരി, അതല്ല മറ്റെന്ത് ബന്ധങ്ങളാണെങ്കിലും അതിനെയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരുപാട് ആളുകളുള്ള ഈ കാലഘട്ടത്തില് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രക്തബന്ധത്തേക്കാൾ ശക്തമായ ഒരു ബന്ധം നിങ്ങളിവിടെ തീർത്തിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഇതെന്താണെങ്കിലും അവസാനം വരെ ഇത് നിലനിർത്തി തരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എന്താണെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, നിങ്ങളുടെ ഈ സ്നേഹാദരവ് ഏറ്റുവാങ്ങിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫിറോസ് കുന്നപ്പറമ്പിൽ. ഇനിയും ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പാവങ്ങളുടെ പടത്തലവൻ മുന്നേറട്ടെ ഈ നാട്ടിലൂടെ. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇന്നത്തെ മനോഹരമായിട്ടുള്ള